ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിനുള്ള സംസ്ഥാന സർക്കാർ ആദരം നാളെ. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനു വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സൗജന്യമായാണ് പരിപാടിയുടെ പ്രവേശനം. മലയാളത്തെയും കേരളത്തെയും വാനോളം ഉയർത്തിയാണ് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് പുരസ്കാരം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങിയത്. നാളെ വൈകിട്ട് മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന സർക്കാർ നടൻ മോഹൻലാലിനെ ആദരിക്കും. പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു പറഞ്ഞു. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയൊരു സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. അവിടെ വെച്ച് ഈ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കുന്നതായിരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ പ്രവേശനം സൗജന്യമായിരിക്കും. എല്ലാവരും 4 മണിക്ക് തന്നെ സ്റ്റേഡിയത്തിലെത്തുക എന്നുള്ളതാണ് ഒരു പ്രത്യേകമായി പറയാനുള്ളത്. കാര്യം സുരക്ഷയുടെ ഭാഗമായി ഉള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം, മോഹൻലാലിന്റെ നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യനാശാന്റെ തിരനോട്ടം, മോഹൻലാൽ ചിത്രങ്ങളിലെ അവിസ്മരണീയ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീതാർച്ചന എന്നിവയും നടക്കും. മോഹൻലാലിന്റെ നായികമാരായി വേഷമിട്ട പ്രമുഖ നടിമാരും പരിപാടിയുടെ ഭാഗമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് കൈമാറുന്ന പ്രശസ്തി പത്രം ഗായിക ലക്ഷ്മിദാസ് കവിതയായി ചടങ്ങിൽ ആലപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.